Hi friends, എല്ലാവർക്കും SVS Tailoring Classലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് കുട്ടികൾക്കുള്ള പാന്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്ക് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾ കഴിയുന്നതും പരമാവധി അവസാനം വരെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പാന്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 മീറ്ററിന്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. വീതി കുറവുള്ള തുണിയാണ്, അതുകൊണ്ടാണ് 1 മീറ്ററിന്റെ അടുത്ത് എടുത്തിരിക്കുന്നത്. വീതി കൂടുതലുള്ള തുണിയാണെങ്കിൽ 1/2 മീറ്റർ നമുക്ക് മതിയാവും. പിന്നെ ഇലസ്റ്റിക് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ചിന്റെയാണ് ഞാനിപ്പോൾ ഇലസ്റ്റിക് എടുത്തിരിക്കുന്നത്. പാന്റ് ആയതുകൊണ്ട് 1 ഇഞ്ചിന്റെ എടുത്തിട്ടുണ്ട്. ഷോർട്സ് ഒക്കെ ആണെങ്കിൽ 1/2 ഇഞ്ച് അഥവാ 3/4 ഇഞ്ചിന്റെ എടുക്കണം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അളവിന് വേണ്ടിയിട്ട് ഒരു പാന്റും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പാന്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള തുണി 4 ആയിട്ടൊന്ന് മടക്കി കൊടുക്കണം. അപ്പൊ ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നിവർത്തി എടുക്കുകയാണ്. അപ്പൊ ഈ രീതിയിലായിട്ട് ഞാനൊന്ന് നിവർത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 4 ആയിട്ട് മടക്കി കൊടുക്കാം. ആദ്യം ഈ 2 അറ്റങ്ങളും തമ്മിൽ ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ 2 ആയിട്ട് മടക്കി കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇത് ഒന്നും കൂടി മടക്കി കൊടുക്കാം. ഈ രീതിയിലായിട്ട് മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുമ്പോൾ ഈ ക്ലോസ് ആയിട്ടുള്ള സൈഡ് നമ്മുടെ സൈഡിലേക്കും ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കും വരണം. ആ രീതിയിലായിട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്ക് പാന്റ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വീതി ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അളവിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന പാന്റ് ഇതുപോലെ എടുക്കാം. എന്നിട്ട് ഈ പാന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വീതി എവിടെയാണ് വരുന്നത് അവിടെ ടാപ്പ് വെച്ചിട്ട് നോക്കണം. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സൈഡിലാണ് വീതി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എത്രയാണ് ടോട്ടൽ തുണിയുടെ വീതി ഉള്ളതെന്ന്. അപ്പോൾ ഇതുപോലെ നോക്കുമ്പോൾ ഒരു 13 ഇഞ്ചിന്റെ അടുത്ത് വീതി ഉണ്ട്. അപ്പോൾ ഇതിന്റെ പകുതി നമുക്ക് 6.5 ഇഞ്ച്, 13ന്റെ പകുതി 6.5 ഇഞ്ച് കിട്ടുമെന്ന് നോക്കണം. പ്ലസ് തയ്യൽ തുമ്പും കൂടി കിട്ടണം. അപ്പോൾ നമുക്ക് 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്താലും ഇത്രത്തോളം വീതി അധികം തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ തുണി ഇതുപോലെ മടക്കി കൊടുത്താൽ മതി. സപ്പോസ് നിങ്ങൾ ഇതുപോലെ മടക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീതി കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിലായിട്ട് 4 ആയിട്ട് മടക്കി കൊടുക്കുക. ഞാനിപ്പോ മുകൾ വശത്ത് ഇതുപോലെ നൂല് പോകാത്ത സൈഡ് വരുന്ന രീതിയിലായിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. വീതി കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നൂല് പോകുന്ന സൈഡ് മുകൾ സൈഡിലേക്ക് വരുന്ന രീതിയിലായിട്ട് മടക്കി കൊടുക്കണം. അതൊക്കെ നമ്മൾ ഫുൾ ആദ്യം മുതലേ ക്ലാസ് കണ്ടിന്യൂ ആയിട്ട് കണ്ടുകൊണ്ട് വരുന്നവർക്ക് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് പാന്റിന്റെ ലെങ്ത് എത്ര വേണമെന്ന് നോക്കാം. അപ്പൊ അളവിന്റെ പാന്റ് എടുക്കാം. അളവിന്റെ പാന്റിൽ ഇതിവിടെ നിന്ന് ടാപ്പ് ഇവിടെ വെച്ചിട്ട് താഴത്തോട്ട് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 17 ഇഞ്ചാണ് ലെങ്ത് ഉള്ളത്. പ്ലസ് നമ്മൾ 1 ഇഞ്ചിന്റെയാണ് ഇലാസ്റ്റിക് എടുക്കുന്നത്. 1 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് പ്ലസ് 1/4 ഇഞ്ച് അതിന്റെ കൂടെ ലൂസ് വേണം. അപ്പോൾ 1.25 ഇഞ്ച്. പിന്നെ നമുക്ക് ഇവിടെ മുകളിലത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല, കാരണം ഇത് നൂല് പോകാത്ത സൈഡാണ്. അതുകൊണ്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇലാസ്റ്റിക് വെക്കാനായിട്ട് 1.25 ഇഞ്ച് മാത്രമാണ് ഇവിടെ ലൂസ് വേണ്ടത്. ഇപ്പൊ നമുക്ക് ആദ്യം ആ തയ്യൽ തുമ്പൊന്ന് മാർക്ക് ചെയ്യാം. ഇലാസ്റ്റിക് വെക്കാൻ 1 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ച് ലൂസ്. ഇതുപോലെ ഞാനിപ്പോ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പൊ ഈ മുകൾ സൈഡ് നൂല് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവര് ഡൗട്ട് ഉള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. നമുക്ക് പാന്റിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. 17 ഇഞ്ച് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് 17 ഇഞ്ച് മാർക്ക് ചെയ്യാം. പ്ലസ് നമുക്ക് താഴത്തെ സൈഡ് എത്രയാണ് തയ്യൽ തുമ്പ് വേണ്ടത് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ്. അങ്ങനെ 18 ഇഞ്ച് ഇതുപോലെ 1 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തു. നമുക്കപ്പോൾ ടോട്ടൽ എല്ലാ സൈഡും തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് 19.5 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് കിട്ടുന്നത്. ഇനി നമുക്ക് പാന്റിന്റെ വീതി ഒന്ന് നോക്കാം. തുണിയുടെ വീതി എത്രയുണ്ടെന്ന് നോക്കാം. ഇതുപോലെ പാന്റിന്റെ ഏത് സൈഡാണ് വീതി കൂടുതലുള്ളത് വെച്ചാൽ അവിടെ ടാപ്പ് വെച്ചിട്ട് നോക്കണം. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇതിന്റെ ഏറ്റവും താഴെ
ഈ സീറ്റ് ലെങ്ത്തിന്റെ ഏറ്റവും താഴത്തെ സൈഡ് ഇതുപോലെ നമുക്ക് ടാപ്പ് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ 6.5, ഇവിടുന്ന് ഇവിടേക്ക് 6.5, ഇവിടേക്ക് 13 ഇഞ്ചാണ് ടോട്ടൽ വീതി വരുന്നത്. അപ്പോൾ ഈ 13ന്റെ പകുതി 6.5 നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ടോട്ടൽ തുണിയുടെ വീതിയാണ്. നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേറൊരു രീതി ഞാൻ പറഞ്ഞുതരാം. ഈ ഇലാസ്റ്റിക്കിന്റെ സൈഡ് ഉണ്ടല്ലോ, ഇതിങ്ങനെ വലിച്ചു പിടിക്കണം. വലിച്ചു പിടിച്ചിട്ട് അവിടെ എത്രയാണ് വീതി കിട്ടുന്നതെന്ന് നോക്കുക. ഇതുപോലെ വലിച്ചു പിടിക്കണം. ഇതുപോലെ വലിച്ചു പിടിക്കുമ്പോൾ ഇവിടെയും 13 ഇഞ്ച് തന്നെയാണ് കിട്ടുന്നത്. ഇത് ഇവിടെ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ സെയിം വീതി തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ എളുപ്പം ഇവിടുന്ന് എടുക്കാനാണ്. അപ്പോൾ ആ രീതിയിലായിട്ട് നിങ്ങൾ ചെയ്തു പഠിക്കുക. ഈ തയ്യൽ തുമ്പ് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. നമുക്കിവിടെ ഈ സൈഡിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/2 ഇഞ്ചാണ് ഈ സൈഡിൽ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് തയ്യൽ തുമ്പ് കൂടുതലായിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് സീറ്റ് ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കാം. അളവിന്റെ പാൻറ് ഇതുപോലെ എടുത്തതിന് ശേഷം ഇവിടെ നിന്നും ഇതുപോലെ ഈ സെന്ററിലെ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കുക സീറ്റ് ലെങ്ത് എത്രയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇവിടെ 8 ഇഞ്ചാണ് സീറ്റ് ലെങ്ത് ഉള്ളത്. ആ 8 ഇഞ്ച് നമുക്ക് ഈ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം മുകളിലത്തെ ഈ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം താഴത്തോട്ട് ടാപ്പ് വെച്ചിട്ട് ആ 8 ഇഞ്ച് സീറ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് സെയിം അളവ്, ഇത് തയ്യൽ തുമ്പ്, ഇനി നമുക്ക് അളവിന്റെ പാൻറ് എടുക്കാം. അളവിന്റെ പാൻറിലെ കാലിന്റെ ഏറ്റവും താഴത്തെ സൈഡ് എത്രയാണ് വീതി ഉള്ളതെന്ന് നോക്കാം. ഇവിടെ 5 ഇഞ്ചാണ് താഴത്തെ സൈഡ് വീതി ഉള്ളത്. അപ്പൊ 5 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതുപോലെ 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. പ്ലസ് ഞാനിവിടെ താഴത്തെ സൈഡും 1/2 ഇഞ്ച്, ഈ സൈഡിലേക്കും ഞാൻ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പൊ ഇതുപോലെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി അതിന്റെ കൂടെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ മാർക്കിങ് ഇവിടെ ഇതുപോലെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഈ മാർക്കിങ്ങിലേക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്തെടുക്കണം. ഈ രീതിയിലായിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. കർവ് കൊടുക്കാതെയും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് വേണ്ട എലാസ്റ്റിക്കിന്റെ ലെങ്ത് ഒന്ന് നോക്കാം. അപ്പോൾ എലാസ്റ്റിക്കിന്റെ ലെങ്ത് നോക്കാനായിട്ട് നമ്മൾ അളവിനെടുത്തിട്ടുള്ള പാൻറ് എടുക്കാം. ഈ പാൻറിൽ ഇതുപോലെ വെച്ചിട്ട് വേണമെങ്കിൽ നോക്കാം, ടാപ്പ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ടാപ്പ് ഇതുപോലെ വെച്ചിട്ട് ഞാൻ ചുറ്റിലും ഒന്ന് എത്രയാണെന്ന് നോക്കുകയാണ്. പതിനേഴ് ഇഞ്ചാണ് ഇവിടെ ടോട്ടൽ അരയുടെ വണ്ണം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 17ന്റെ കൂടെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടണം. പ്ലസ് ഒരു 1/2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുക്കുകയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ്, അതുകൊണ്ട് ഞാൻ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് തന്നെ എടുക്കുകയാണ്. അങ്ങനെ 18.5 ഞാനിപ്പോൾ ടോട്ടൽ എലാസ്റ്റിക്കിന്റെ നീളം എടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 കാലിനുള്ള പീസ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ സീറ്റ് ലെങ്ത് തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കണം. ആദ്യം ഒരു പീസ് എടുക്കാം. ഇതിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് മറ്റേ പീസ് എടുക്കാം. ഈ പീസിൻ്റെ നല്ല വശത്തേക്ക് മറ്റേ പീസിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ആദ്യം സീറ്റ് ലെങ്ത് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ഇതേപോലെ തന്നെ ഈ സൈഡിലെ സീറ്റ് ലെങ്ത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ സീറ്റ് ലെങ്ത്തിന് 2 സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നൂല് പോകാത്ത സൈഡ് ആയതുകൊണ്ട് ഡയറക്റ്റ് 1.25 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് 2 ഇഞ്ചിന്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാണ്ട് വിടുക, ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യാൻ. ഇനി ഇലാസ്റ്റിക്കിന്റെ അറ്റത്തേക്ക് സേഫ്റ്റി പിൻ കുത്തിയതിന് ശേഷം ഇതിന്റെ അകത്തേക്ക് ഒന്ന് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ സൈഡും 1/2 ഇഞ്ച് ഈ സൈഡും 1/2 ഇഞ്ച് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ഇലാസ്റ്റിക്കിനെ ഉൾവശത്തേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായി പിടിച്ചതിന് ശേഷം ഈ സ്റ്റിച്ച് ചെയ്യാണ്ട് വിട്ടത് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമുക്ക് ഈ ഞൊറിയൊക്കെ എല്ലാ സൈഡിലും ഒരേപോലെ വരുന്നത് പോലെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം ഒരുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇലാസ്റ്റിക് അല്ലെങ്കിൽ മടങ്ങി പോവും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണ്ട കേട്ടോ.
അപ്പോൾ ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇലാസ്റ്റിക്കിന്റെ സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാലിന്റെ ഏറ്റവും താഴത്തെ സൈഡ് അരയിഞ്ച് പ്ലസ് അരയിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഈ കാലിന്റെ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്ക് അരയിഞ്ച് പ്ലസ് അരയിഞ്ച് മടക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് പാന്റിന്റെ സൈഡാണ് ജോയിൻ ചെയ്യാനുള്ളത്. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് അരയിഞ്ച് വിട്ടിട്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്യാം. ഈ സീറ്റ് ലെങ്ത്തിന്റെ ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് ഫ്രണ്ടിലും ബാക്കിലും കറക്റ്റായിട്ട് വരണം. അത് നോക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്യാം അവിടെ. എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചതിന് ശേഷം അരയിഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് തുടങ്ങുമ്പോൾ ലോക്കിട്ട് കൊടുക്കാൻ മറക്കരുത്. ഈ സൈഡും കറക്റ്റായിട്ട് പിടിക്കുക. ഇപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അരയിഞ്ചിന് പകരം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. പിന്നെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ ചെറിയൊരു കേവ് ഷേപ്പ് കൊടുത്തില്ലേ, അത് എന്താ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അത് കൊടുത്തില്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല ചിലപ്പോൾ. അപ്പോൾ ഈസി ആയ മെത്തേഡാണിത്. ആർക്കും തന്നെ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ മെത്തേഡാണ്. അപ്പോൾ ഇതുപോലെ നോക്കിയേ, നമ്മൾ സ്റ്റിച്ച് ചെയ്തത് എത്ര പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ രീതിയിലായിട്ട് തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.